ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൂത്രത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്ക് കപ്പ ബിരിയാണി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും അവൻ്റെ വീട്ടിൽ പോയിട്ട് കപ്പ ബിരിയാണി ആക്കാം. അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി കഴിക്കാം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സുമേഷ് എന്നാണ് എൻ്റെ പേര്. സമയങ്ങളെ നമുക്ക് നേരെ പാചകത്തിലോട്ട് പോകാം. ആദ്യം കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം. നമ്മുടെ സുമേഷ് നല്ലപോലെ പാചകം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയൊരു സപ്പോർട്ട് മാത്രം മതി പുള്ളിക്ക്. കപ്പയുടെ തൊലിയെല്ലാം കഴിഞ്ഞു നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ മുറിച്ച് പീസുകളാക്കി മാറ്റാം. ചെറിയ പീസുകളാക്കി കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ കപ്പ കിട്ടും, പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഇനി കഴുകിയിട്ടൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. നമ്മൾ ഇതിൻ്റെ പാചകം ഒരു തനി നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുപ്പൊക്കെ നമ്മൾ വീട്ടിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കല്ലെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. പുള്ളി തീ പറ്റിക്കാൻ പുതിയ സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സംഭവം നല്ലത് കാറ്റായോണ്ട് കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തീയൊക്കെ കത്തിച്ച് നമുക്ക് പാത്രത്തിൽ വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം തിളച്ചതിന് ശേഷം കപ്പ കഴുകി പാത്രത്തിലിടാം. കപ്പ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കപ്പയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കിനി കപ്പ വെന്ത് വരുന്നവരെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കപ്പ നമുക്ക് വെന്ത് നോക്കാം. കപ്പ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വെച്ചെടുക്കാം. ഇനി ഇറച്ചിക്ക് ആവശ്യമായ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം.
നമ്മളിപ്പോൾ എത്ര കിലോ പന്നി എടുത്തിട്ടുള്ളത്? 1 കിലോ പന്നി. 1 കിലോ പന്നി അല്ലേ? 1 കിലോ പന്നി, 3 കിലോ കപ്പ. 3 കിലോ കപ്പ. അപ്പോൾ ഇത് എത്ര സവാള ഉണ്ട് മൊത്തം? സവാള 5 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആയതുകൊണ്ട് 5 എണ്ണം. 5 സവാള, ചെറിയ സവാള 5 എണ്ണം. 5. ഒരു കഷ്ണം ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി, 2 ഫുൾ വെളുത്തുള്ളി അല്ലേ? അപ്പോൾ പച്ചമുളക് എത്ര എണ്ണം ഉണ്ടെന്ന് പറയണ? എരിവനുസരിച്ച് അഡ്ജസ്റ്റ് ആകാം അല്ലേ? നാലായി കയറിയാൽ മതി അല്ലേ? ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് തന്നെ ആക്കല്. ഒരുമിച്ചിട്ടിട്ട് എല്ലാം ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കറച്ചിൻ്റെ കൂടെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട്. വെളുത്തുള്ളി ചതക്കണോ? വെളുത്തുള്ളി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. സവാള ഇതുപോലെ അരിയ, പച്ചമുളക് ഇതുപോലെ അരിയ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് പന്നി ഇറച്ചിയിൽ മസാല പിടിപ്പിക്കാം. മസാല മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. കപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മങ്കിപ്പൊടി, മുളക് പൊടി അല്ലേ? മുളക് പൊടി വറുത്ത് ഇത് ചൂടാക്കിയെടുത്തല്ലേ? മല്ലിപ്പൊടി, കുരുമുളക് പൊടിച്ചത്, ഇനി ഇതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് കുറച്ചില്ല. ഇതിനൊക്കെ നമുക്ക് കുറച്ച് വെച്ച ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എളുപ്പത്തിലാക്കി വെക്കാൻ മതി. ഇപ്പം എന്താ വെള്ളം വേണ്ടത്? ഇപ്പം ലേശം വെള്ളം ഇറങ്ങി വരിക പന്നിയിറച്ചിയുടെ. അപ്പോൾ അതിലാ ഉള്ളി ഒന്ന് നല്ല ഇതായി വരണം, വെന്ത് വരും. കുറച്ച് വെള്ളം വേണം അല്ലേ? കുറച്ച് ഇത് അടി കുടിക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് 10 മിനിറ്റ് അടച്ചു നമുക്ക് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. തുറന്നു നോക്കി നമുക്ക് ഉള്ളിയെല്ലാം നല്ല ഇതായി വരുന്നുണ്ട്. ഉള്ളി നല്ല വെന്തിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. വെള്ളം ഒഴിക്കണം ഇത്. ഇനി കുറച്ചുകൂടി സമയം കൂടി ഇത് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചാൽ നമുക്ക് ആദ്യം അടച്ചു പോകണം അല്ലേ? 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് പോരെ ഇത്? ഇത് കുറച്ച് മതി, അധികം വേണ്ട. കപ്പക്കും കൂടെ പിടിക്കേണ്ടതുകൊണ്ട് കുറച്ച്
കുഴപ്പമില്ല. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അല്ലേ? കറിവേപ്പില നമുക്ക് കുറച്ച് വെള്ളം ഇത് വറ്റി വരണം. നമ്മളിത് അടച്ചു വെക്കാം. നമുക്ക് എരിഞ്ഞ് വെക്കാം. കറി റെഡി ആകുമ്പോഴത്തേക്ക് മുറിച്ച് വെക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യം മുതൽ സൗണ്ട് കേട്ടാണ് ഒരു മണി മുട്ടുന്ന പോലെ സൗണ്ട്. ആ സൂത്രം എന്താ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നമ്മുടെ സുമേഷ് ഉണ്ടാക്കി സുമേഷിന്റെ വീട്ടിൽ വെച്ച സാധനമാണിത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ കപ്പയോ ചേനയോ ചേമ്പൊക്കെ നട്ടു കഴിഞ്ഞാൽ പകലോ രാത്രിയിലോ അതുപോലെ എലി അതുപോലെ കുറുക്കനൊക്കെ വന്ന് മാന്തിക്കൊണ്ടു പോകുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൗണ്ട് അടിക്കുമ്പോൾ ഇങ്ങനത്തെ ജീവികൾ വന്ന് കൊണ്ടുപോകാതിരിക്കും. ഈ ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ പന്നിക്കറി അടുപ്പത്തിടന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കപ്പ ഈ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും. പൊടിച്ചല്ല കപ്പ കപ്പ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. പൊടിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് അതവിടെ 2 മിനിറ്റ് അവിടെ കൊത്തി വെക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി ജോയിൻ്റ് ആക്കി. അപ്പോൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു ഇലയിലോട്ട് മാറ്റാം. ടേസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മണമായിട്ടുണ്ട്. വലിയ അരി കുറച്ച് സംഗതി പൊടിയായി. നമ്മളെ സുമേഷിന്റെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. നോക്കാം എങ്ങനെയുണ്ട് നോക്കടാ. സൂപ്പർ ടേസ്റ്റ് തന്നെ, അടിപൊളി. നല്ല കപ്പ, നല്ല വെന്ത കപ്പയുണ്ട്. നല്ല ഉണ്ട്, ചൂടില്ലോണ്ട് നല്ല സൂപ്പറായിട്ട് പന്നീർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സംഭവം സൂപ്പർ ടേസ്റ്റ് ആണ്. അല്ല മണിക്കൂട്ടാ സൂപ്പർ ടേസ്റ്റ്. എത്ര എരിവില്ലേക്ക് ഉണ്ടല്ല, രസമുണ്ടല്ല. കുറച്ച് എരിവ് വേണം. സംഭവം സൂപ്പർ 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 അല്ലേ? സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയത്.